റിയൽ മാഡ്രിഡിന്റെ പ്രശ്നം കഴിഞ്ഞ 2 സീസണായിട്ട് ട്രോഫി അടിക്കാത്തതോ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരാത്തതോ ഒന്നുമല്ല. അതിപ്പോ അവരുടെ ക്ലബിന്റെ അടിവേര് തന്നെ പിടിച്ച് ഇളക്കിയിരിക്കുന്ന മറ്റൊരു പണിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റയൽ മാഡ്രിഡ് എന്ന ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത് അത്രയും അൺഎക്സ്പെക്റ്റഡ് ഒന്നുമല്ല, പക്ഷെ കുറച്ച് ഷോക്കിംഗ് തന്നെയാണ്. ആന്റോണിയോ റൂഡിഗറും അൽവാരോ കരേരാസും തമ്മിലുള്ള ആ ഒരു ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നം, അതുപോലെ തന്നെ റയൽ ബെറ്റിസിനെതിരെയുള്ള മത്സരത്തിന് മുമ്പുള്ള ട്രെയിനിങ്ങിൽ കിലിയൻ എംബാപ്പെ ആർബലോവയുടെ കോച്ചിങ് സ്റ്റാഫിലെ ആരെയോ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ, പിന്നീട് ഏകദേശം 10 ലക്ഷത്തിലധികം റയൽ മാഡ്രിഡ് ഫാൻസ് കിലിയൻ എംബാപ്പെ ഔട്ട് എന്നുള്ള ഒരു പെറ്റീഷൻ സൈൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ. ഇതിനൊക്കെ ശേഷം ദാ ഇപ്പൊ അടുത്ത ബോംബും പൊട്ടിയിരിക്കുകയാണ്. ട്രെയിനിങ്ങിന്റെ ഇടയിൽ ഫെഡെ വാൽവർഡെയും ഷുവമേനിയും തമ്മിൽ ഒരു വലിയ ഫിസിക്കൽ ഫൈറ്റ് ഉണ്ടായി. അത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്നില്ല, അവരത് ഡ്രസ്സിംഗ് റൂമിലേക്കും കൊണ്ടുപോയി വലിയൊരു ഇന്റൻസ് പ്രശ്നമായിട്ട് റയൽ മാഡ്രിഡിൽ മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത്. എപ്പോഴും സൂപ്പർ താരങ്ങൾ വാണിരുന്ന ഒരു ഡ്രസ്സിംഗ് റൂമാണ് റയൽ മാഡ്രിഡിന്റെ. പക്ഷെ അവരുടെ ആ ഈഗോയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള മാനേജർ എപ്പോഴും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു മൊറീഞ്ഞോയുടെയോ സിദാന്റെയോ ആൻസലോട്ടിയുടെയോ അഭാവം ഇപ്പൊ ആ ക്ലബിലില്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർബലോയെ കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാവുമോ? ഇല്ലെങ്കിൽ ആരായിരിക്കണം അടുത്ത റയൽ മാഡ്രിഡ് മാനേജർ? കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട.